പാലക്കാട് നഗരത്തെ ഭക്തിസാന്ദ്രമാക്കി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര. നഗരത്തിൽ ചിന്മയ തപോഭവനിൽ നിന്ന് ആരംഭിച്ച ശോഭായാത്ര കോട്ടയ്ക്കകം ആഞ്ജനേയ ക്ഷേത്രത്തിൽ സമാപിച്ചു. പൊതുസമ്മേളനം മുതിർന്ന RSS പ്രചാരകൻ സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ശോഭായാത്രകൾ നടന്നു. പാലക്കാട് നഗരത്തെ അമ്പാടിയാക്കിക്കൊണ്ടാണ് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര നടന്നത്. നഗരത്തിലെ ചിന്മയ തപോവനം മുന്നിൽ നിന്ന് ആരംഭിച്ച ശോഭയാത്രയിൽ നൂറുകണക്കിന് കുരുന്നുകൾ ദേവീദേവന്മാരുടെ വേഷമണിഞ്ഞു. വെണ്ണ തിന്നുന്ന കണ്ണൻ, ഉരലിൽ കെട്ടിയിട്ട കണ്ണൻ, വൃന്ദാവനത്തിലെ കണ്ണൻ തുടങ്ങി നയന മനോഹരമായ നിശ്ചല ദൃശ്യങ്ങളും ശോഭയാത്രയിലുണ്ടായിരുന്നു. ശോഭയാത്രയുടെ ഭാഗമായുള്ള പൊതുസമ്മേളനം മുതിർന്ന RSS പ്രചാരകൻ സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. ബാലഗോകുലം സംസ്ഥാന ഉപാധ്യക്ഷൻ V ശ്രീകുമാരൻ മാസ്റ്റർ ബാലദിന സന്ദേശം നൽകി. എത്ര ഉദാത്തമായിട്ടുള്ള ഉദാഹരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണിച്ചു. ഇത്തരം മാതൃകകളാണ് അടുത്ത തലമുറയെ വളർത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമ്പത്തികമായോ ജാതീയമായോ ഉച്ചനീചത്വങ്ങൾ ലെവലേഷൻ ഉണ്ടാകരുത്. സമൂഹത്തിന്റെ സമരസത, ഏകാത്മഭാവം, അതാണ് ഒരു നാടിന്റെ യഥാർത്ഥമായിട്ടുള്ള ശക്തി. രണ്ട് വാക്ക് പറയുന്നു. മമ മമ എന്ന് പറയുന്നത് അത് നാശത്തിലേക്കാണ്. നിർമ്മമ, ഇത് എന്റേതല്ല, എല്ലാം സർവസ്വമാണ് എന്ന് ചിന്തിക്കുകയാണ് യഥാർത്ഥമായിട്ടുള്ള സ്വർഗം. ഈ രീതിയിൽ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരന് സുഖത്തിനായി വരണം എന്ന് ചിന്തിച്ച ആത്മനോ മോക്ഷാർത്ഥ ജഗദ്ഹിതായക എന്ന് പറഞ്ഞ ആ ഒരു സംസ്കാരമാണ് അവിടെ നമ്മുടെ നാടിൻ്റെ. അതുകൊണ്ട് അവനവൻ്റെ സുഖത്തെക്കുറിച്ച് ചിന്തിച്ച സകല രാക്ഷസ വംശങ്ങളും അത് പരിമുഴുവൻ നശിച്ചു. ലോകത്തെ മുഴുവൻ ഒന്നായി കടന്നു. ലോകം മുഴുവൻ ഒറ്റ കുടുംബമാണ് എന്ന് ചിന്തിച്ച ഭാരതമാണ് ലോകത്തിന്റെ മുഴുവൻ ശാന്തിക്കും സമാധാനത്തിനും ആശയമായിട്ടുള്ള കാര്യം. കോട്ടയ്ക്കകം ആഞ്ജനേയ ക്ഷേത്രത്തിലാണ് ശോഭായാത്ര സമാപിച്ചത്. ജനം, പാലക്കാട്.